ജോജു ജോർജിനെ വളരെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, ഒരു പ്രധാനപ്പെട്ട നടൻ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടിയിട്ട് ജോജു ജോർജിനെതിരെ ഭയങ്കരമായിട്ട് പെയ്ഡ് പ്രൊമോഷൻ തന്നെ നടത്തുന്നുണ്ട്. എന്താ വെച്ചാൽ ജോജുവിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ജോജുവിന്റെ ആരോപണങ്ങളാണ്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോജുവിനെ പറ്റിയിട്ട് നമ്മൾ ശാന്തിവിള എണ്ണം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ജോജു ഓരോ ദിവസവും ദേഷ്യം വരുമ്പോഴും ഓരോ ഐഫോൺ എറിഞ്ഞു തകർക്കും. അതുമാത്രവുമല്ല, 5 കോടി ഉറുപ്പ്യ എന്ന അയാളുടെ പ്രതിഫലം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ജോജു ജോർജിന്റെ സിനിമയ്ക്ക് 5 അല്ല 10 കോടി മേടിക്കാനും അയാൾക്ക് കഴിയും. അയാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ആംബിയറും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോണുകൾ എറിഞ്ഞു പൊട്ടിക്കുന്ന പരിപാടി അതെങ്ങനെയാണോ വിശ്വസിക്കുക? ഇങ്ങനോട് ആരാ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ നല്ല രീതിയിൽ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഫോണുകൾ എറിഞ്ഞു പൊട്ടിക്കാറുണ്ട്, 5 കോടി ഉറുപ്പ്യ വാങ്ങിക്കാറുണ്ട്. 5 കോടി ഉറുപ്പ്യ അല്ല 10 കോടി അയാൾ വാങ്ങിച്ചോട്ടെ. അതിനെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ, ജോജു ജോർജിന്റെ കയ്യിൽ നല്ല രീതിയിലുള്ള സമ്പാദ്യമുണ്ട്. അതായത് ജോജു ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ രണ്ടും കൽപ്പിച്ചിറങ്ങി തുനിഞ്ഞിറങ്ങിയ ഒരു സിനിമ ഉണ്ടായിരുന്നു, ജോസഫ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം തന്റെ സാമ്പത്തിക സ്ഥിതി മുഴുവൻ പോകും. അതുമാത്രവുമല്ല, താൻ ഇതുവരെ സമ്പാദിച്ചത് മുഴുവൻ പോകും അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും ഈ ജോജു ജോർജ് ആ ഒരു ഇതിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ അതിൽ വിജയിച്ചു. അയാൾക്ക് അതിൽ എന്ന് പറഞ്ഞാൽ കോടികൾ കിട്ടുകയും ചെയ്തു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി വേറൊരു ഉദാഹരണം പറയാം. ഇപ്പൊ മോഹിനിയാട്ടം എന്ന് പറയുന്ന ഒരു സിനിമ, ഇതിന്റെ മുന്നേ എന്ന് പറഞ്ഞാൽ ഭരതനാട്യം എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. ആ സിനിമ നിർമ്മിച്ചപ്പോൾ അത് സൈജു കുറുപ്പാണ് നിർമ്മിച്ചത്. അയാൾക്ക് വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. പക്ഷെ രണ്ടാമത്തെ പാർട്ടി വിജയിക്കും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ, അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അവർക്ക് അത്രയും വിശ്വാസം ഉണ്ടാകണ്ടേ, അങ്ങനെയൊക്കെ കൂടിയിട്ടാണ് അദ്ദേഹം ഇതിന്റെ മോഹിനിയാട്ടം എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തത്. അത് 50 കോടി ക്ലബിലാണ് കയറിയത്. അതായത് 100-200 കോടി മുടക്കിയ പാട്രിയറ്റ് പോലും ഈ ഇടിഞ്ഞു പൊളിഞ്ഞു വീണപ്പോൾ ഈ സിനിമ കയറിയതങ്ങ് കയറി കൊളത്തുക ചെയ്തത്. കേവലം എനിക്ക് തോന്നുന്നത് ഒരു 5 കോടി 10 കോടി ഉറുപ്പ്യക്ക് പൂർത്തിയായ ഒരു സിനിമയാണ്. ആ സിനിമ 50 കോടിയൊക്കെ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം പൈസ ജോജു ജോർജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജോജു ജോർജ് എല്ലാത്തിൻ്റെയും നിർമ്മാണ പങ്കാളിയാണ്. അപ്പൊ അയാൾക്ക് അത്യാവശ്യം പൈസ ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ടാകും. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് 5 കോടി രൂപ വാങ്ങിക്കുന്നുണ്ടോ? ഇവിടെ ഒരു ബലിയില്ലാതെ പൃഥ്വിരാജ് 12 കോടി മേടിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നത്. മോഹൻലാൽ 20 കോടി മേടിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നത്. മമ്മൂക്കയും അങ്ങനെയുള്ള കോടികൾ വാങ്ങിക്കുന്നുണ്ട് പറയുന്നത് കേൾക്കുന്നത്. നമുക്കറിയില്ല, നമുക്കിതെങ്ങനെ അറിയാനാണ്? നമ്മളിത് അവിടെയും ഇവിടെയും കൂടി നോക്കുന്ന ഇതല്ലേ. പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സിനിമകളൊക്കെ മോഹൻലാൽ തന്നെ നേരിട്ടാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ജോജു ജോർജിന് എന്തിനാണ് ഇങ്ങനെ കരിവാരി തേക്കുന്നത്? ആ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സൂട്ട് റൂമിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടോ ഒന്നും പറയുന്നവനൊന്നുമല്ല. അയാൾക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കോൺഗ്രസിന്റെ ജാഥയിൽ അയാൾ എന്തോ ഒന്ന് പോയി പറഞ്ഞുപോയി. ആ ഒരു അപരാധം മാത്രമേ ജോജു ജോർജ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ജോജു ജോർജ് എവിടെയും ഒരാളെ പോലും എന്താ പറയേണ്ടത്, അയാൾ റോഡിൽ നിന്നിട്ട് സംസാരിക്കും, ഒരാൾ കൈനീട്ടി കഴിഞ്ഞാൽ അവിടെ നിന്ന് സംസാരിക്കും. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. അതെല്ലാവരും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അയ്യോ അവൻ എളിമ കൂടിപ്പോയി. ഒരു എളിമ കൂടിയതുമല്ല. ഇപ്പൊ മോഹൻലാലോ മമ്മൂട്ടിയോ ജയറാമോ ദിലീപ് ഇവരാരെങ്കിലോ നിങ്ങളോട് റോഡിൽ നിന്ന്, ചിലപ്പോൾ ദിലീപ് സംസാരിക്കോട്ടാ, വേറെ ആരെങ്കിലും അങ്ങനെ സംസാരിക്കോ, പക്ഷെ ജോജു സംസാരിക്കും. അപ്പൊ ജോജുവിനെതിരെ നീങ്ങുന്ന ആരാണ് ആ സ്ത്രീ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പേര് എന്ന് പറയുന്നത്, ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ചാക്കോവന്റെ പേര് പറയുന്നുണ്ട്. കുഞ്ചാക്കോവനും ഈ പിന്നെ ഭാര്യയും കൂടി ഇയാളോട് എന്തോ ദ്രോഹം ചെയ്യുന്നുണ്ട്, എനിക്കറിയില്ല. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്നത് പൃഥ്വിരാജായിരിക്കും, രാജപ്പനായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ ദിലീപിനെയും കാവ്യ മാധവനെയും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവർക്കൊക്കെ എന്ന് പറഞ്ഞ് ഈ ജോജു ജോർജിനോട് അങ്ങനെ ഒരു ഇത് വരേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ഇടയിൽ ലക്ഷ്മി മേനോൻ എന്ന് പറയുന്ന നമ്മുടെ സ്വയം പ്രഖ്യാപിത അണ്ണച്ചി വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അണ്ണച്ചി എന്ന് പറഞ്ഞാൽ അണ്ണന്റെ ഭാര്യ ഉണ്ടോന്ന് അണ്ണച്ചി എന്ന് വിളിക്കുന്നത്, അക്കച്ചി എന്ന് അകജ് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളൊക്കെ ഈ ഏതൊരു പെൺകോന്തനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, എൻ്റെ പൊന്നു സഹോദരി, ഈ പെൺകോന്തൻ എന്നുള്ള വാർക്കൊക്കെ നിങ്ങൾക്ക് നിർത്താറായില്ലേ? എല്ലാവരും നിങ്ങളുടെ ഹസ്ബൻഡിനെ പോലെ പെൺകോന്തന്മാർ തന്നെയാണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് അങ്ങേര് പെൺകോന്തനാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ എല്ലാവരെയും വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഈ പെൺകോന്തൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു സംഭവമാണ്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുക? ഞങ്ങളുടെ കൂടെ, ഞാനുണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണോ പറയേണ്ടത്? ഏതായാലും ഭവതിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മനസ്സിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് പിൻവലിച്ചു. അതായത് ഇല്ലെങ്കിലേ അറിയാം, കാരണം ഇതിനെതിരെ എന്ന് പറഞ്ഞാൽ നല്ല രൂക്ഷ വിമർശനം വരുന്നറിയാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പിൻവലിച്ചിട്ട് പിന്നെ പുണ്യാളത്തിയായി, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയും ചില ആൾക്കാർ കളിക്കുന്നുണ്ട്. അപ്പോ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ, ജോജു ജോർജിനെ തകർക്കാനോ ഇനിയൊന്നും ഒരാളും നിൽക്കുന്നില്ല. അതായത് ജോജു ജോർജിന്റെ പടം നല്ലതാണെങ്കിൽ എല്ലാവരും പോയി കാണും. ഇപ്പൊ ജോജു ജോർജിന്റെ ഇറങ്ങിയ വരവ് എന്ന് പറയുന്ന സിനിമ ഷാജി കൈലാസിന്റെ സിനിമയാണ്. ജോജു ജോർജിന്റെ പേരും കൂടി അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ് എല്ലാവരും പോയി കണ്ടത്. അല്ലെങ്കിൽ ഒരു മനുഷ്യന്മാർ ഇതൊന്നും കാണാൻ പോകുന്നില്ല.
അതുകൊണ്ട് ജോജു ജോർജ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയൊന്നും ഒരാളും ഒന്നും പറയുന്നില്ല, അത് ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് അല്ലാതെ എൻ്റെ പൊന്നു ജോജു ജോർജെ നിങ്ങളെയൊന്നും ആരും അങ്ങനെ തകർക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു നടൻ്റെ പേരും പറഞ്ഞിട്ട് അയാളെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എങ്ങനെ ഏറെ കയറണം. ഇത് ആളെ പേര് പറ. ആളെ പേര് പറയാൻ പേടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും കൊണ്ട് വരാൻ പാടില്ല. എന്നെ ആരോ തകർക്കാൻ നിൽക്കുന്നു, എൻ്റെ പിന്നെ കരിയർ ആരോ തകർക്കാൻ നിൽക്കുന്നു. ജോജു ജോർജിൻ്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. അതായത് മലയാളികൾ പൊറിഞ്ചോ മറിയൻ ജോസായാലും അതുപോലെ ജോസഫ് ആയാലും അങ്ങനെയുള്ള ഭരവായാലും ഏത് സിനിമയായാലും ജോജു ജോർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഇവിടെ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ ചെയ്തൊരു അപരാധം എന്ന് പറഞ്ഞാൽ ആ കോൺഗ്രസിൻ്റെ ഇതിൽ പോയതാണ്. ആ കോൺഗ്രസിൻ്റെ ഇതിൽ പോയത് കൊണ്ടാണ് താങ്കൾക്ക് ഇത്രയും പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ താങ്കളുടെ സിനിമക്ക് പോലും ആ ഒരു സമയത്ത് ഇറങ്ങിയ ആൻ്റണി എന്ന് പറയുന്ന സിനിമ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 8 നിലയിൽ പൊട്ടി വീണത്. അതായത് പരമാവധി ഈ പിന്നെ എന്താ പറയുക സിനിമാ താരങ്ങൾ ഒരു രാഷ്ട്രീയത്തിലോ ഒരു മതത്തിലോ അങ്ങനെ ഇടപെടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളെയൊക്കെ സിനിമകൾ വിജയിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം മനുഷ്യർ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടാണ്. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്, എല്ലാ മതക്കാരും ഉണ്ട്. അതാണ് മനസ്സിലാക്കാനുള്ളത്. ജോജു ജോർജ് ഒരു മതത്തിനെയും കുറ്റപ്പെടുത്തിനെയും അല്ല കേട്ടോ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ജോജു ജോർജ് എന്ന് പറയുന്ന വ്യക്തി ആ കോൺഗ്രസിൻ്റെ ജാതിയെ പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക പോലീസ് കുറേ രക്ഷാപ്രവർത്തനം നടത്തിയില്ലല്ലോ, അതിനെ പറ്റിയിട്ട് എന്തുകൊണ്ട് ജോജു ജോർജ് മിണ്ടുന്നില്ല? ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ സമരത്തെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒരുപാട് ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ അനുകൂലിച്ച് വരുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ സൈബർ ആക്രമണം രൂക്ഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കേരളത്തിലെ അവസ്ഥ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ന്യായമായ ആൾക്കാരാണ് ഓരോ സ്ഥലത്തും സമരം ചെയ്യുന്നത്. അത് അവിടുത്തെയുള്ള ഗവൺമെൻറ് എങ്ങനെയാണ് നേരിടുന്നത് എന്നാണ് പ്രധാനപ്പെട്ട വിഷയം. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് അവിടെ നേരിടുന്നത് അങ്ങനെയാണ്. ഇനി നമ്മളെ സെക്രട്ടേറിയറ്റിലേക്ക് ഇതിൻ്റെ മാർച്ച് ഉണ്ടെങ്കിൽ അവിടെ നേരിടുന്നതും വേറെ തരത്തിലായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് മാർച്ചിലും അതുപോലെ തന്നെ വഴിതടയിലൊക്കെ അടി വേണിച്ചിട്ടുണ്ട്, നല്ല ലാത്തി ചാർജ് വേണിച്ചിട്ടുണ്ട്. എന്തിനധികം പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അടികൊള്ളുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SFI കാരാണ്. അത് കഴിഞ്ഞിട്ട് KSU കാർ കുറവേ കൊള്ളാറുള്ളൂ. അങ്ങനെയൊക്കെയാണ്. പിന്നെ എടപ്പാളോട്ടൊക്കെ നിങ്ങൾക്ക് അറിയാലോ പറഞ്ഞത്, ഒന്നും ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അങ്ങനെ പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരാണ് നമ്മുടെ സിനിമാ താരങ്ങൾ. അതുകൊണ്ട് തന്നെ സിനിമാ താരങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ആരാ ശ്രമിക്കുന്നത്? നിങ്ങൾ അവരുടെ പേര് പറ. ആരാണ് ജോജു ജോർജിനെ തകർക്കാൻ നോക്കുന്നത്? പേര് പറയാൻ ധൈര്യമില്ലെങ്കിൽ പറയരുത്. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരുടെ പേരും വരുന്നുണ്ട്. എന്തിനധികം പറയുന്നത്, പാവൻ ലാലേട്ടനും സുചിത്ര ചേച്ചി വരെ, മമ്മൂട്ടിയും സുൽഫിത്ത് വരെ, അങ്ങനെയുള്ള പല ആൾക്കാരും വരുന്നുണ്ട്. ഇവർക്കൊക്കെ ജോജു ജോർജിനെ തകർത്തിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആരോപണങ്ങളായിട്ട് വരുമ്പോഴൊന്ന് ശ്രദ്ധിക്കാറുണ്ട്. എന്തിനാണ് വെറുതെയെങ്കിലും അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് വരുന്നത്? എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് കഴമ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ പറ. ഒരു കഴമ്പുമില്ലാതെ ചില ആരോപണങ്ങളും കൊണ്ടുവന്ന് സിനിമ പൊട്ടിയത്. ഇപ്പോൾ വരവ് എന്ന് പറയുന്ന സിനിമ വരവിൽ കൂടുതലൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ആ വരവ് കുറച്ച് വരഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ജോജു ജോർജിൻ്റെ സിനിമ ഞാൻ പറഞ്ഞല്ലോ മിനിമം ഗ്യാരണ്ടി സിനിമയാണ്. എന്നാലും വരവിൽ എന്തുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് അത്രത്തോളം വരവ് തോന്നാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ അതും എനിക്കറിയില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം കേട്ടോ. അതായത് ഞാൻ ഈ വരവ് എന്ന് പറയുന്ന സിനിമ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ തിയേറ്റർ ഫുള്ളായിട്ടാണ് കാണുന്നത്. ഏതായാലും ഞാൻ ബുക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ കുഞ്ഞു മക്കളെ ആടെയൊന്നും കാണുന്നില്ല, അവിടെ ആൾക്കാരെയൊന്നും കാണുന്നില്ല. ഇത് ആരാടോ ഇങ്ങനെ തിയേറ്റർ ഫുള്ളാക്കി വിടുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എല്ലാം ഫുള്ളായതുകൊണ്ട് ഞാൻ മുമ്പിലോട്ട് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് വേണ്ടാന്ന് വിചാരിച്ചതാണ്. പിന്നെയാണ് ഒരു സീറ്റ് മാത്രം കാണുന്നത്. അങ്ങനെ അവിടെ എത്തി നോക്കുമ്പോൾ ഇതിൻ്റെ പകുതി ആൾക്കാരില്ല. അപ്പം ഇതിൻ്റെ ഉള്ളിൽ പല ആൾക്കാരും പല തെണ്ടിത്തരങ്ങളും കാട്ടുന്നുണ്ട്. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വരാടോ. നിർത്താനൊന്നും പോകുന്നില്ല. ബൈ.